കോട്ടയത്ത് ഒരാളെ കാണാതായിരുന്നു. ആഷിഖ്, നിലവിൽ രക്ഷാപ്രവർത്തനം തുടരാനായിട്ടുണ്ടോ? കോട്ടയത്ത് ഒരു കുടുംബമാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലിൽ വീടിന്റെ അകത്ത് കുടുങ്ങിപ്പോയത്. 3 പേരാണ് ആ വീട്ടിൽ ഉള്ളത്. ജോണി എന്ന ഒരാളും അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ആണ് ആ വീട്ടിലുള്ളത്. പൂഞ്ഞാറാണ് ആ പ്രദേശം. ആ പൂഞ്ഞാറിൽ അതിതീവ്രമായ മഴ തന്നെയായിരുന്നു ഇന്നലെ രാത്രി അനുഭവപ്പെട്ടത്. അതിന്റെ പശ്ചാത്തലത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതാണ്. ഈ വീടിന്റെ മുകളിലേക്ക് മണ്ണിടിച്ച് വീണത്. അവിടെ നിന്നാണ് ഈ 3 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തീവ്രമായി തന്നെ തുടരുകയാണ്. അഗ്നിശമന സേന ഉൾപ്പെടെ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാം തന്നെ ആ ശ്രമത്തിന്റെ ഭാഗമായി തന്നെ ആ പ്രദേശത്തുണ്ട്. ഏതായാലും ഈ കോട്ടയത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മലയോര മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഈരാറ്റുപേട്ട ടൗൺ ആകപ്പാടെ വെള്ളത്തിൽ മുങ്ങിയ ഒരു കാഴ്ചയാണ്. ആ ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാം. കടകളിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കെല്ലാം തന്നെ വെള്ളം ഇരച്ചു കയറുകയാണ്. പാലയും അതുപോലെ തന്നെ മുണ്ടക്കയും എല്ലാം തന്നെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മഴ ഇനിയും തുടരുകയാണെങ്കിൽ, ഇത്തരത്തിൽ തന്നെ മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു ആശ്വാസത്തിലൊന്ന് തോർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും രാത്രി എല്ലാം തന്നെ അതിതീവ്ര മഴ തന്നെയാണ് കോട്ടയത്തിന്റെ മലയോര മേഖലയിലും ടൗൺ മേഖലയിലും ഉൾപ്പെടെ ലഭിച്ചത്. അപ്പം അതിന്റെ പശ്ചാത്തലത്തിൽ മഴ ഇനിയും ഇത്തരത്തിൽ തന്നെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുരന്തത്തിലേക്ക് തന്നെ കോട്ടയം ജില്ല പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ തന്നെ പല മേഖലകളും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. പല ഈ മലയോര മേഖലയിലേക്ക് സഞ്ചാര യോഗ്യമായി നിന്നിരുന്ന പല പാലങ്ങളും കോസ്വേകളും എല്ലാം തന്നെ വെള്ളത്തിനടിയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല മേഖലകളും ഒറ്റപ്പെട്ടൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കുട്ടിക്കൽ കോസ്വേ ഉൾപ്പെടെ എല്ലാം തന്നെ വെള്ളത്തിന് അടിയിലേക്ക് പോയിട്ടുണ്ട്. 2018 ആ പ്രളയത്തിൽ സംഭവിച്ച അതേ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനിയും മഴ ഇത്തരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ എന്നാണ് നമ്മൾ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിച്ചത്. ഏതായാലും നിലവിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. ആ ദുരിതാശ്വാസ ക്യാമ്പിലേക്കെല്ലാം തന്നെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടം ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മീനച്ചിലാറിന്റെയും അതുപോലെ തന്നെ മണിമലയാറിന്റെയും തീരത്ത് താമസിക്കുന്നവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കണമെന്ന്. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന ഒരു സാഹചര്യത്തിൽ തീരത്ത് താമസിക്കുന്നവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കണം, അവിടുന്ന് മാറി താമസിക്കണം, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തണം എന്നുള്ള മുന്നറിയിപ്പും ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നജ്മ, ജ്യോതിഷ, മറ്റൊരു കാര്യം കൂടി, കോട്ടയത്തെ സംബന്ധിച്ച് മലയോര മേഖലകൾ ഏറെയുള്ള ഇടമാണ്. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേക ജാഗ്രത തന്നെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ എന്ത് മുൻകരുതലാണ് എടുക്കുന്നത് ഭരണകൂടം? നജ്മ, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ മുൻകരുതലുകളും എല്ലാ തയ്യാറെടുപ്പും എടുത്തിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ തുറന്നിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാ രീതിയിലുമുള്ള ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ എത്തിപ്പെട്ടുകൊണ്ട് ഈ ജനങ്ങളെ എല്ലാം തന്നെ അവിടുന്ന് ഒഴിപ്പിച്ച് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിക്കാനും മറ്റ് ആളുകളെ ഈ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എല്ലാം തന്നെ അവിടുന്ന് ടൗൺ മേഖലയിലേക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് അത്യാഹിതങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രാത്രി തുടങ്ങിയ മഴയാണ്. നമുക്കറിയാം, ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെളുപ്പിനെ പുലർച്ചെ ഒരു 2 മണി 3 മണി സമയത്തൊക്കെയാണ് അതിതീവ്രമായ മഴ തന്നെയായിരുന്നു കോട്ടയത്ത് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വെള്ളം കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. ഈ ടൗൺ മേഖല ഉൾപ്പെടെ ടൗൺ മേഖലയിൽ, അതായത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഈരാറ്റുപേട്ട ടൗൺ അതുപോലെ തന്നെ മുണ്ടക്കയം പാല പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളം എത്തിപ്പെടുന്നു. ഈ ടൗൺ മേഖലയിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വീടുകൾ ഉൾപ്പെടെ എല്ലാം തന്നെ വെള്ളം ഒലിച്ച് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. മീനച്ചിലാറും മണിമലയാറും രണ്ടും കരകവിഞ്ഞൊഴിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന്റെ